ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നെടുന്തൂണുകളാണ് ശ്രീ മോഹൻലാലും മമ്മൂട്ടിയും. ഒന്നിച്ചും വേറിട്ടും അഭിനയിച്ച് അവർ നമ്മുടെ മലയാള സിനിമയിൽ 4 പതിറ്റാണ്ട് കാലത്തോളമായി മുടിചൂടാ മന്നന്മാരെ തുടരുകയാണ്. ഏകദേശം 50ഓളം സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു റെക്കോർഡാണിത്. മാത്രമല്ല, ഇന്നും വളരെ അടുത്ത സൗഹൃദമാണ് അവർ തുടരുന്നത്. മമ്മൂട്ടിയെ നമ്മൾ മമ്മൂക്ക എന്ന് വിളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ഇച്ചക്ക എന്നാണ് വിളിക്കാറുള്ളത്. ഒരുപക്ഷെ മമ്മൂട്ടിയെ ഇച്ചക്ക എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ മോഹൻലാൽ ആയിരിക്കും. അതുപോലെ തന്നെ മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി ലാലു എന്നാണ് വിളിക്കാറുള്ളത്. ഇച്ചക്ക എന്ന് പറഞ്ഞതുപോലെ മോഹൻലാലിനെ ലാലു എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ മമ്മൂട്ടി ആയിരിക്കും. ഇവർ തമ്മിൽ കൂടിച്ചേരുമ്പോഴുള്ള സൗഹൃദ പ്രകടനങ്ങളും കുസൃതികളെല്ലാം തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ആസ്വദിച്ചിട്ടുമുണ്ട്. ഇവരുടെ ഫാൻസ് തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിന്റെ ഒന്നും തന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചിട്ടില്ല. പൊതുവെ ജാടയും വാശിയും പടവും ആർത്തിയും ഒക്കെ കൂടുതലുള്ള ഈ രംഗത്ത് ഇങ്ങനെ 2 സൂപ്പർ സ്റ്റാറുകൾ തമ്മിലുള്ള അപൂർവമായ ഈ ബന്ധം ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു സൗഹൃദത്തിലും ഇങ്ങനെ ദീർഘകാലമായി തുടരുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില നീരസങ്ങളോ അതൃപ്തികളോ ചെറുപിണക്കങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. സൗഹൃദങ്ങൾ സെലിബ്രിറ്റികൾ തമ്മിലാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ചെറുപിണക്കങ്ങൾ പോലും പെട്ടെന്ന് തന്നെ ഗോസിപ്പുകളായും മറ്റുമൊക്കെ വ്യാപിക്കാറുണ്ട്. ഇപ്പോഴും തികച്ചും ആത്മബന്ധം തുടരുന്ന ഇവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അത് എന്നോ മറന്നു കളഞ്ഞ സംഭവങ്ങളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചെറു കാര്യങ്ങൾ പോലും അവരെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് എന്നും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ പറയുന്നത്. അതിനു മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ഈ ചാനലിലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പഴയ ഡയറക്ടറായ സാജന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. അദ്ദേഹത്തിന്റെ ചക്കരയമ്മ, കൂട്ടിനിറങ്ങി, തമ്മിൽ തമ്മിൽ തുടങ്ങിയ സിനിമകൾ അക്കാലത്തെ വൻ ഹിറ്റുകളായിരുന്നു. 80കളിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഗീതം. മമ്മൂട്ടിയും ഗീതയുമാണ് അതിൽ പ്രധാന റോളിൽ അഭിനയിക്കുന്നത്. അതിലൊരു ഗസ്റ്റ് റോളിൽ മോഹൻലാലുണ്ട്. ഗസ്റ്റ് റോൾ ആണെങ്കിലും വളരെ പ്രാധാന്യമുള്ള കഥയെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു റോളാണ് അദ്ദേഹത്തിന്. മമ്മൂട്ടി വളർത്തുന്ന തന്റെ മകനെ തിരിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു പിതാവിന്റെ റോളാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അദ്ദേഹവും മമ്മൂട്ടിയുമായിട്ടുള്ള കോമ്പിനേഷനിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് മമ്മൂട്ടി സാജനോട് ശുപാർശ ചെയ്തു. തന്റെ കഥാപാത്രത്തിന്റെ മുകളിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ വരുന്നോ എന്ന സംശയമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഡബ്ബിംഗ് വന്നപ്പോൾ താൻ അഭിനയിച്ച ആ രംഗവും സംഭാഷണവും സിനിമയിൽ നിന്ന് കട്ട് ചെയ്തതായിട്ട് മോഹൻലാൽ മനസ്സിലാക്കി. തന്റെ ആ രംഗം എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് സാജനോട് മോഹൻലാൽ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം സാജന് നൽകാൻ കഴിഞ്ഞില്ല. മമ്മൂട്ടി പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ മോഹൻലാലിന് പെട്ടെന്ന് തന്നെ അത് കാര്യം മനസ്സിലായി. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ബാക്കിയുള്ള ഭാഗമെല്ലാം ഡബ് ചെയ്യാൻ സാധിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം കാറിൽ കയറാൻ പോകുമ്പോൾ അദ്ദേഹം സാജനോട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞല്ലോ, ഓക്കെ, ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ കാറിൽ കയറിപ്പോയി. എന്നാൽ മോഹൻലാൽ ഇതിന്റെ പേരിൽ മമ്മൂട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി കാണിക്കുകയോ ലാലിന് ഇത് മനസ്സിലായി എന്ന കാര്യം സാജൻ മമ്മൂട്ടിയോട് പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഒരു ഇന്റർവ്യൂവിൽ സാജൻ ഇത് വെളിപ്പെടുത്തുന്നത്. മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ എടുക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം തന്റെ ഒരു സിനിമയിൽ പോലും മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല എന്ന കാര്യം സാജൻ വളരെ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ നമസ്കാരം.